പൊന്നിൻ ചിങ്ങമാസത്തിലെ പുന്നോണപ്പുലരിയിൽ മാവേലി മന്നനെ വരവേൽക്കാൻ തയ്യാറായിരിക്കുന്ന ഏവർക്കും വൈബ് സ്റ്റേഷൻ കൊച്ചിയുടെ ഓണാശംസകൾ. വൈബ് സ്റ്റേഷൻ കൊച്ചിയുടെ ഓണ സ്പെഷ്യൽ എപ്പിസോഡിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് ഷൺമുഖൻ മാസ്റ്ററാണ്. 45 വർഷക്കാലം സംഗീത ലോകത്ത് പ്രവർത്തിച്ചു വരുന്ന സാറിനെ ഹൃദയപൂർവ്വം ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സർ, 45 വർഷം സംഗീത ലോകത്ത് നിലനിൽക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. ഇതിനിടയിൽ സാറിന് ഒത്തിരി അവാർഡുകളൊക്കെ കരസ്ഥമാക്കിയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് സാറിൻ്റെ ചെറുപ്പകാലത്തെ ഓർമ്മകൾ ഒന്ന് പങ്കുവയ്ക്കാവോ? എല്ലാവർക്കും നമസ്കാരം. ഈ ഓണാഘോഷ പരിപാടിയാണല്ലോ നമ്മുടെ ഇത്. ഓണാഘോഷം എന്ന് പറയുമ്പോൾ തന്നെ കലയുടെ ഈറ്റിലമായ കേരളത്തിൽ ജനിച്ചു എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. കാരണം കേരളത്തിൻ്റെ തനതായ കലകളും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആസ്വദിക്കാൻ നമുക്ക് ചെറുപ്പകാലത്തിൽ വളരെയധികം ആസ്വാദ്യകരമായിരുന്നു. ഇപ്പോഴും ആസ്വാദ്യകരമല്ലാഞ്ഞിട്ടല്ല എങ്കിൽ കൂടി ചെറുപ്പത്തിൽ നമുക്ക് യാതൊരു വിധത്തിലുള്ള കമ്മിറ്റ്മെൻറ്റും ഇല്ലാതിരിക്കുന്ന സന്ദർഭത്തിൽ കിട്ടുന്ന ഒരു അസുലഭ നിമിഷമായിരുന്നു ശരിക്കും ആക്ച്വലി ചെറുപ്പകാലം. ഒരുപക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് മിസ്സായി പോകുന്നതും അത് തന്നെയായിരിക്കാം. അതാണ്, ഇപ്പോഴത്തെ കുട്ടികൾക്ക് അതൊന്നും അവർക്ക് അറിയില്ല. നമ്മളത് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അത്രത്തോളം അതിൻ്റെ വ്യാപ്തി എന്താണെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെയൊക്കെ ചെറുപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു കാരണവശാലും ഇപ്പോൾ എവിടെയെങ്കിലും എത്തിയോ എന്ന് ചോദിച്ചാൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. എങ്കിൽ കൂടി ബിഗിനിങ് സ്റ്റേജിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഏതാണ്ട് ഒരു വിധം നമുക്ക് ഒരു ലെവലിലേക്ക് എത്താൻ സാധിച്ചത് തന്നെ ആ ചെറുപ്പത്തിലുള്ള അതിനോട് പഠിക്കാനുള്ള ത്വരയായിരുന്നു. അപ്പം നമുക്ക് ചെറുപ്പത്തിൽ പഠിക്കാനുള്ള സാഹചര്യങ്ങൾ ഇല്ലാതിരുന്ന കാലഘട്ടത്തിലും അല്ലെങ്കിൽ അതേപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യത്തക്ക രീതിയിലുള്ള സാമ്പത്തിക ശേഷി നമ്മുടെ കുടുംബത്തിന് ഇല്ലാതിരുന്നത്, അതോടൊപ്പം തന്നെ അതിനെ എൻകറേജ് ചെയ്യാനായിട്ടുള്ള മറ്റ് സഹായങ്ങൾ ഇല്ലാതിരുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മുടെ തുടക്കം. സാറിനെ സംഗീതത്തിലേക്ക് വളരെയധികം ആകർഷിക്കാനും ഈ സംഗീതത്തിലേക്ക് കടന്നു ചെല്ലാനും കുടുംബത്തിൽ നിന്ന് ആരായിരുന്നു കൂടുതൽ ഇനിഷ്യേറ്റീവ് എടുത്തത്? കൂടുതൽ അച്ഛൻ നല്ല താല്പര്യക്കാരനായിരുന്നു. അച്ഛൻ മോഹർശംഖ് എന്ന് പറഞ്ഞൊരു ഉപകരണമുണ്ട്, അത് ചിലപ്പോൾ കണ്ടു കാണാം അല്ലേ? മോഹർശംഖ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലാസിക്കൽ കോൺസേർട്ടിൽ യൂസ് ചെയ്യുന്ന ഒരു പ്രത്യേക ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. അതായത് ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു മെറ്റാലിക് ആണത്, മെറ്റലിൽ തീർത്തിട്ടുള്ള ഇങ്ങനെ കൈകൊണ്ട് വായിക്കുന്നത്. അത് അച്ഛന് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ അച്ഛൻ ആർട്ടിസ്റ്റൊന്നുമല്ല, എങ്കിൽ കൂടി അത് വലിയ താല്പര്യം, അതിലൊരു പ്രത്യേക ഒരു താല്പര്യമാണ്. കാരണം ആരും കൂടുതൽ ചൂസ് ചെയ്യാത്തൊരു സാധനമാണത്. മിക്കവാറും മൃദംഗം വയലിനൊക്കെയാണല്ലോ കൂടുതലായിട്ടും സ്പെഷ്യലൈസ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് പുള്ളിക്കാരനാണ്, അച്ഛന് അത് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പം ഞാനിതിങ്ങനെ അച്ഛന് ഇടയ്ക്ക് ഗ്യാപ്പ് കിട്ടുന്ന സമയത്ത് അച്ഛൻ ഈ മരപ്പണി ആണ്, ഞങ്ങളുടെ കുലത്തുള്ളതായിരുന്നു ആശാരിപ്പണി എന്ന് പറയും. അപ്പം ഈ ഇടയ്ക്കുള്ള വേളകളിലൊക്കെ അച്ഛൻ ഈ സാധനം എടുത്തിട്ട് ഇങ്ങനെ കാണിക്കുന്ന കേൾക്കാം. അപ്പോൾ അച്ഛൻ അതിനകത്ത് എന്തോ ഒരു താല്പര്യമുണ്ട്. അപ്പോൾ എനിക്ക് അച്ഛനെ നോക്കി കാണുമ്പോൾ അച്ഛൻ ഇങ്ങനെ എന്തോ ഒരു ഇൻസ്ട്രുമെന്റ് വായിക്കുന്നുണ്ട്, എന്താണെന്ന് അറിഞ്ഞുകൂടല്ലോ, ചെറുപ്പമല്ലേ. അപ്പോൾ അത് കല തന്നെയായിരുന്നു അതിനകത്ത്. ഇതൊക്കെ നമുക്ക് കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം നമുക്കത് ഇൻബിൽട്ടായിട്ട് ആ മ്യൂസിക്കിന്റെ ഒരു ടാലന്റ് ഉള്ളത് കൊണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിൽ എനിക്ക് പാട്ടിനോട് ഇതേവരെ ഇന്നും എനിക്ക് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഗുരുവിൻ്റെ കാര്യം തൊട്ട് ബന്ധിച്ചപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു ത്വര, പഠിക്കാനുള്ള ഒരു ആർജവം, അതിന്നും അങ്ങനെ തന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നു. അല്ല, ആ ത്വര ഉള്ള കാരണമാണ് സാറിന് ഇപ്പോഴും ഈ സംഗീതത്തിൽ നിലനിൽക്കാനായിട്ട് സാധിക്കുന്നത്. സാറേ, നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഈ ഓണത്തിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു പാട്ടൊന്ന് പാടാവോ? പിന്നെ തീർച്ചയായിട്ടും നമ്മുടെ ഓണത്തിൻ്റെ ഒരു നല്ലൊരു പാട്ട്, അത് നമ്മുടെ രവീന്ദ്രൻ മാഷിൻ്റെ മ്യൂസിക്കാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറയുന്നത് രവീന്ദ്രൻ മാഷിൻ്റെ പാട്ടുകളാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ തനതായ ശൈലിയും സംഗീതത്തിൻ്റെ എല്ലാ ഭാവതലങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ കമ്പോസിങ്. ഞാൻ ശരിക്കും ആക്ച്വലി പാട്ട് പാടുന്ന എന്നുള്ള നില കൂടാതെ മ്യൂസിക് കമ്പോസിഷനും ഓർക്കസ്ട്രേഷനും ഒക്കെ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് നമുക്കതറിയാം അതിനകത്ത് എത്രത്തോളം പുള്ളി ഹാർഡായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം പാടാൻ രവീന്ദ്ര മാസ്റ്റർ പാട്ടുകളാണ്. അപ്പോൾ അതിലൊരു പാട്ട് ഓണം പൊന്നോണം എന്ന് പറഞ്ഞ് നമ്മുടെ ഗാനഗന്ധർവൻ ദാസേട്ടൻ പാടിയ പാട്ടാണ്. നമുക്ക് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ആ ഗാനം തന്നെ ആലപിക്കാം. ഓണം പൊന്നോണം പൂമല പൊങ്ങും പുഴയോരം പൈങ്കിളി പാടുന്നു ഉണരുണരൂ. ഓണം പൊന്നോണം പൂമല പൊങ്ങും പുഴയോരം പൈങ്കിളി പാടുന്നു ഉണരുണരൂ. ഉള്ളിൽ ഞാൻ പൊട്ടിയ പഴയൊരു വില്ലിൻ്റെ അപശ്രുതിയോടി
പഴയ ചേലിൻ ഇഴകൾ. ഓണം പൊന്നോണം പൂമല പൊങ്ങും പുഴയോരം പൈങ്കിളി പാടുന്നു ഉണരുണരൂ. നിൻ താളം താലോലിച്ച പൂഞ്ചോലകൾ, നിൻ കുളിരെ പൂവായി ചൂടിയ പൂങ്കാവുകൾ, നിൻ താളം താലോലിച്ച പൂഞ്ചോലകൾ, നിൻ കുളിരെ പൂവായി ചൂടിയ പൂങ്കാവുകൾ. തിരയുകയായി നിന്നെ കരയുകയാണല്ലോ ഞാൻ, കരിയുകയാണെന്നിൽ നീ നട്ട പൂത്തുമ്പ കണ്ടങ്ങൾ വീണ്ടും. ഓണം പൊന്നോണം പൂമല പൊങ്ങും പുഴയോരം പൈങ്കിളി പാടുന്നു ഉണരുണരൂ. ഉള്ളിൽ ഞാൻ പൊട്ടിയ പഴയൊരു വില്ലിൻ്റെ അപശ്രുതിയോടി പാടൻ കോർത്തിടുന്നു പഴയ ചേലിൻ ഇഴകൾ. ഓണം പൊന്നോണം പൂമല പൊങ്ങും പുഴയോരം പൈങ്കിളി പാടുന്നു ഉണരുണരൂ. നിൻ കണ്ണിൽ ദീപം തേടിയ പൊന്നമ്പലം, ഒളി കാണാതിരുളിൽ കേഴും നിന്നമ്പലം. നിൻ കണ്ണിൽ ദീപം തേടിയ പൊന്നമ്പലം, ഒളി കാണാതിരുളിൽ കേഴും നിന്നമ്പലം. തിരയുകയായി നിന്നെ ഇരുളന മൂടി എന്നെ, കൊഴിയുകയാണെന്നിൽ നാം വിട്ട മലർദീപ മുകുളങ്ങൾ വീണ്ടും. ഓണം പൊന്നോണം പൂമല പൊങ്ങും പുഴയോരം പൈങ്കിളി പാടുന്നു ഉണരുണരൂ. ഓണം പൊന്നോണം പൂമല പൊങ്ങും പുഴയോരം പൈങ്കിളി പാടുന്നു ഉണരുണരൂ. ഉള്ളിൽ ഞാൻ പൊട്ടിയ പഴയൊരു വില്ലിൻ്റെ അപശ്രുതിയോടി പാടൻ കോർത്തിടുന്നു പഴയ ചേലിൻ ഇഴകൾ. ഓണം പൊന്നോണം പൂമല പൊങ്ങും പുഴയോരം പൈങ്കിളി പാടുന്നു ഉണരുണരൂ. സാറിൻ്റെ പാട്ട് വളരെ മനോഹരമായി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സാറിനെ പരിചയപ്പെടുത്തുന്നതോടൊപ്പം തന്നെ കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസിൽ സാറാണ് കുറച്ച് നാളുകളായിട്ട് മ്യൂസിക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മ്യൂസിക് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികളെയും ഞങ്ങൾ ഈ ഒരു അവസരത്തിൽ കൊച്ചിൻ കലാഭവനിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുകയും കൂടി ചെയ്യുകയാണ്. സാറിലേക്ക് ഞാൻ തിരിച്ചു വരാം. സാറിൻ്റെ കുട്ടിക്കാലത്ത് മറക്കാനാവാത്ത ഒരു അനുഭവം സാർ ഒന്ന് പങ്കുവയ്ക്കാവോ? തീർച്ചയായിട്ടും. അതായത് എൻ്റെ ജന്മസ്ഥലം ചെറായിയാണ്, സഹോദരൻ അയ്യപ്പൻ്റെ. ചെറായി, പറവൂർ ചെറായി. ഓക്കെ. അപ്പം സഹോദരൻ അയ്യപ്പൻ സാർ അദ്ദേഹത്തിന്റെ ആ ഒരു മഹാനുഭാവന്റെ വീടിന്റെ ഏതാണ്ട് നിയറസ്റ്റ് ആണ് എൻ്റെ വീട്. ഓക്കെ. അപ്പൊ അവിടെ അച്ഛനും അമ്മയും ഞാനും എൻ്റെ ജ്യേഷ്ഠനും അമ്മൂമ്മയായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. ഓക്കെ. അപ്പം അച്ഛൻ ഈ പറഞ്ഞ നേരത്തെ സംസാരിച്ചിരുന്നു വാദ്യോപകരണത്തിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതായിരുന്നു അച്ഛൻ്റെ പാട്ട് പാടലല്ല, പക്ഷെ ഇതായിരുന്നു. പക്ഷെ ജ്യേഷ്ഠൻ നന്നായിട്ട് പാടുമായിരുന്നു. ജ്യേഷ്ഠന് പാടും, നന്നായിട്ട് പാടും. സുബ്രഹ്മണ്യൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം വാസ്തു ആസ്ട്രോളജറും കൂടിയായിരുന്നു. അപ്പം ഈ അടുത്ത കാലത്താണ് കൂടി മരിച്ചു. അപ്പോൾ പുള്ളിയും പാട്ട് നന്നായിട്ട് പാടുന്ന ഒരു വ്യക്തിയാണ്. ഇത് രണ്ടുമാണ് എൻ്റെ മ്യൂസിക്കിൻ്റെ ഒരു വഴിയിലേക്ക് എന്നെ ആ വഴിയിലേക്ക് തിരിച്ചു വിട്ടത്. ഓക്കെ. കാരണം എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സന്തോഷം ഉണ്ടാകുന്ന ഒരു കാര്യമാണ് മ്യൂസിക്. ആ ചെറുപ്പകാലത്ത് നമുക്ക് ബോധ്യമുണ്ടായിരുന്നു.
കാരണം നമുക്ക് ഈ ജീവിത രീതിയിൽ ഞാൻ പറഞ്ഞില്ലേ, ആദ്യമേ തന്നെ പറഞ്ഞില്ല, നമുക്ക് അങ്ങനത്തെ ഒരു ജീവിത രീതി ആയതുകൊണ്ട് നമുക്ക് സന്തോഷപ്പെടുവാനായിട്ടൊരു മാർഗം മ്യൂസിക് തന്നെയാണ്. ഓക്കെ. അതാണ് എന്നെ കൂടുതൽ ആ മ്യൂസിക്കിൻ്റെ വഴിയിലേക്ക് എത്തിക്കാൻ. ചെറുപ്പത്തിലെ ഞാനൊരു 6-7 വയസ്സ് 8 വയസ്സൊക്കെ ഉള്ള സമയത്താണ് ഈ തൊട്ടടുത്ത ഒരു കമൽനാശാൻ എന്ന് പറഞ്ഞ ഗുരു എന്ന് പറയാം അദ്ദേഹത്തിന്. അപ്പം അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഈ ഓണക്കളി, പരിചമുട്ടുകളി, പിന്നെ കോൽക്കളി, ഭജന ഇതൊക്കെ പഠിപ്പിക്കുന്നൊരു അദ്ദേഹമായിരുന്നു. അപ്പം ഞാൻ അന്ന് സ്കൂളിൽ രാവിലെ പോകുന്നതൊക്കെ ഈ വീടിൻ്റെ ഉമ്മറത്ത് കൂടിയാണ്. പരിചയമുട്ടൊന്നും ഇപ്പോ ശരിക്കും കാണാൻ തന്നെ നമുക്ക് വളരെ അപൂർവമായിട്ടാണ് കാണാൻ പറ്റണെന്ന് എനിക്ക് തോന്നുന്നു. അതെ അതെ, തീർച്ചയായിട്ടും. അങ്ങനെ അപ്പൊ അതിൽ ഇപ്പൊ അതൊന്നുമില്ല, അങ്ങനെയുള്ള കലകളൊക്കെ ഇപ്പം അന്യം വന്നത് ശരിക്കും. ആക്ച്വലി നമ്മുടെ ചെറുപ്പകാലത്ത് ഞാനും പല സ്ഥലങ്ങളിലും ഈ കപ്പേളകളിലും അങ്ങനെയൊക്കെ ആയിട്ടൊക്കെ ഈ പരിചയമുട്ടൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അതെ അതെ. പക്ഷെ ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എല്ലാം ഓണക്കളി തന്നെ നൂതനവൽക്കരിച്ച് വേറെ രീതിയിലാണ്. അതായത് പണ്ട് ഞങ്ങളൊക്കെ അന്ന് ചെയ്തിരുന്ന ഇത്രയാണ്, നമ്മുടെ ഗുരു നമ്മളെ പഠിപ്പിച്ചു തരുന്നു ഓണത്തിന്റെ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള പാട്ടുകൾ. അത് വലിയ പ്രശസ്തരായിട്ടുള്ള കവികളൊന്നും എഴുതിയതൊന്നുമല്ല, നാട്ടിലുള്ള ആളുകളൊക്കെ തന്നെ അല്പം കലാവാസനൊക്കെ ഉള്ള ആളുകൾ എഴുതിയിട്ടുള്ള പാട്ടുകൾ അവർ തന്നെ കമ്പോസ് ചെയ്തിട്ട് അന്ന് അങ്ങനെയൊക്കെ നടക്കുന്നുണ്ട്. ആ പാട്ടുകൾ നമ്മൾ പഠിപ്പിക്കുകയാണ് ആ ഓണത്തിന്റെ ട്യൂൺ അനുസരിച്ച്. ആ പാട്ട് നമ്മൾ തന്നെ പാടി നമ്മൾ തന്നെ കൈകൊട്ടി പാടുന്ന സിസ്റ്റമായിരുന്നു. ഓക്കെ. അതുകൊണ്ട് തന്നെ കാഴ്ചക്കാർ ഒരുപാട് പേരായിരുന്നു. ഇന്ന് അങ്ങനെയല്ല, ഇന്നത്തെ മെത്തേഡ് തന്നെ മാറിപ്പോയി. ഏതെങ്കിലും പ്രശസ്തരായിട്ടുള്ള ആളുകൾ പാടിയ പാട്ട് ബോക്സിൽ വെച്ചിട്ട് ചോട് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. സ്വന്തമായിട്ടുള്ള തനതായിട്ടുള്ള ശൈലി ആ സ്റ്റെപ്സിൽ മാത്രമേ ഉള്ളൂ, പാട്ടിലില്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ അതും തമ്മിലുള്ള വ്യത്യാസം. പിന്നെ എൻ്റെ ചെറുപ്പകാലം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ മ്യൂസിക്കിലേക്ക് വരാൻ തന്നെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അച്ഛൻ്റെയും ചേട്ടൻ്റെയൊക്കെ അവരുടെ ആ ഒരു മ്യൂസിക് ടാലന്റ് തന്നെയാണ്. അപ്പം ഞാനിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ എന്നെ 1ൽ കൊണ്ടുപോയി ചേർത്ത്. അന്ന് 6 വയസ്സിലാണ് ചേർത്തത്. 6 വയസ്സിന് അത് തോളത്ത് വെച്ചിട്ട് കൊണ്ടുപോയിട്ടാണല്ലോ നമ്മൾ ചേർക്കുന്നത്. കാരണം വയസ്സ് 6 പറയാനുള്ള ചെറുപ്പം എന്ന് പറയാൻ വേണ്ടി 6 വയസ്സിൽ 5 വയസ്സെന്ന് പറഞ്ഞാൽ ചേർക്കുന്നത്. അപ്പം അങ്ങനെ അവിടെ സ്കൂളിൽ ചേർത്തപ്പോൾ ഞാൻ അവിടെ 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അന്നേരം 6 വയസ്സ് അവിടെ സ്കൂളിൻ്റെ പാട്ട് ടീച്ചറുണ്ടായിരുന്നു, സരോജിനി എന്ന ടീച്ചറുണ്ട്. ഇപ്പം ടീച്ചർ എന്നോട് ഭയങ്കര കാര്യമായിരുന്നു. കാരണം എനിക്ക് മ്യൂസിക് ടീച്ചറിന്റെ പേരൊക്കെ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, സരോജിനി ടീച്ചർ. പിന്നെ ഞാനൊരു 10ലും 12ലും ഒക്കെ പഠിക്കുന്ന സമയം ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ടീച്ചറിന്റെ ഭരതനാട്യം ഗ്രൂപ്പ് ഉണ്ട്, ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി. അതിന്റെ പാട്ടുകൾ ഞാൻ തന്നെയായിരുന്നു പിന്നെ സ്ഥിരമായിട്ട് ടീച്ചർക്ക് വേണ്ടി എല്ലാ വേദികളും ഒരുപാട് വേദികളിൽ പല സ്ഥലങ്ങളിലൊക്കെ പോയി പാടിയിട്ടുണ്ട്. അതൊക്കെ ചെയ്ത് അപ്പോൾ ക്ലാസിക്കൽ കോൺസെർട്ട് മാത്രമല്ല, നമുക്ക് ഭരതനാട്യത്തിന്റെ പാട്ടുകളും ഞാൻ കുറെ കാലം ഒക്കെ പാടിയിട്ടുണ്ട്. അപ്പൊ ആ ടീച്ചറായിരുന്നു എന്നെ 1ാം ക്ലാസ്സിൽ പഠിപ്പിച്ച മ്യൂസിക് ടീച്ചർ. അപ്പൊ ടീച്ചർ ക്ലാസ് ഒക്കെ തുടങ്ങുമ്പോൾ എന്നോട് പറയുമായിരുന്നു, എടാ നിനക്ക് നല്ല മ്യൂസിക് പാടാനുള്ള കഴിവൊക്കെ ഉണ്ട്, പക്ഷെ നമുക്കതിനെ പറ്റി ഒന്നും പറ്റിയ അന്നേരം ഈ ഒരു അല്ലെങ്കിൽ 1ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ സാറിന്റെ ആ ഒരു വാസന ടീച്ചർ മുൻകൂട്ടി കണ്ടു എന്ന് വേണം പറയാനായിട്ട്. അറിയിലുള്ള ആളുകളാണ് അവരൊക്കെ. ഇപ്പൊ ഞാൻ ടീച്ചറൊക്കെ ഇപ്പൊ ഉണ്ടാവോ? ടീച്ചർ ഉണ്ടെന്ന എന്റെ വിശ്വാസം. ടീച്ചർ ഈ ഷോ കാണുന്നുണ്ടെങ്കിൽ സാർ ഇപ്പോഴും ടീച്ചറിനെ ഗുരുസ്ഥാനത്താണ് കാണുന്നത്. അപ്പൊ ടീച്ചറിനും BMCയുടെ ഓണാശംസകൾ ഒരിക്കൽ കൂടി നേരുകയാണ്. സാറേ, ഇനിയിപ്പോ നമുക്ക് അടുത്തൊരു പാട്ടിലൂടെ നമുക്ക് പോയാലോ? തീർച്ചയായിട്ടും. നമുക്കൊരു മോഹൻലാലിന്റെ ഒരു സിനിമയിലെ ഒരു പഴയ പാട്ടാണ്, ആകാശമാകി എന്ന് തുടങ്ങുന്ന നല്ലൊരു പാട്ടാണ്, ഹിറ്റ് സോങ് ആണ്. അന്നത്തെ ശാരിയാണെന്ന് മോഹൻലാലിന്റെ കൂടെ അഭിനയിച്ചപ്പോൾ. അപ്പം ആ പാട്ട് നമുക്കൊന്ന് പാടാം. ഓക്കെ. അപ്പൊ നമുക്ക് പ്രേക്ഷകർക്കായി സാറിന്റെ 2ാമത്തെ ഒരു പാട്ടിലേക്ക് നമുക്ക് പോകാം. ആ സിനിമ പാട്ടിലേക്ക് അടക്കാം. ആകാശമാകെ കണിമല കതിരുമായി പുലരി പോൽ വരൂ. ആകാശമാകെ കണിമല കതിരുമായി പുലരി പോൽ വരൂ. പുതുമണ്ണിനു പൂവിടാ കൊതിയായി നീ വരൂ. ആകാശമാകെ
ഇഴയിൽ മുത്തായി വരൂ ആകാശമാകെ കണിമല കതിരുമായി പുലരിപ്പോൽ വരൂ പുലരിയിലിളവയിലാടും പുഴ പാടുകയാ പ്രിയമൊഴുകുയിൽ മൊഴി തൂകും കാവേരി നീ പുലരിയിലിളവയിലാടും പുഴ പാടുകയാ പ്രിയമൊഴുകുയിൽ മൊഴി തൂകും കാവേരി നീ മനവാദകൻ നിറതാലവും അതിലായിരം ഊർജ്വാലയും വരവേൽക്കയാണിതിലേ ആരുമരേ ആകാശമാകെ കണിമല കതിരുമായി പുലരിപ്പോൽ വരൂ പുതുമണ്ണിനു പൂവിടാ കൊതിയായി നീ വരൂ ആകാശമാകെ ലാ 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 ലാ. ലാ 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 ലാ. ലാ 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 ലാ. ഓരോ യാത്രകളും ഓരോ അനുഭവങ്ങളാണ്. യാത്രകൾ സ്വപ്നമല്ല, ഞങ്ങളോടൊപ്പം അത് യാഥാർത്ഥ്യമാണ്. നിങ്ങളുടെ സ്വപ്ന യാത്രകൾക്കായി കോൺടാക്ട് ഗ്രാസിയ ടൂറിസ്റ്റ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട്. Our contact number is 9947731826. You dream it, we make it. എനിക്ക് തോന്നുന്നു സാറ് പാടിയ പാട്ട് ഒരു കാലത്ത് എല്ലാവരും തിയേറ്ററിൽ ഏറ്റെടുത്ത നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ടായിരുന്നു. തിലകനും ഷാരിയെ കൂടി അഭിനയിച്ച, എനിക്ക് തോന്നുന്നു സോളമന്റെ കഥകൾ പറയുകയും, എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ആദ്യമായിട്ട് ആ മുന്തിരിത്തോപ്പുകളൊക്കെ കാണിച്ച ഒരു പാട്ട് തന്നെയായിരുന്നു. ആ പാട്ടും വളരെ ഹിറ്റായിരുന്നു. പാട്ടും പടവും നല്ല ഹിറ്റായിരുന്നു. അതെ 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 അതെ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും സാറിന്റെ ഈ ഒരു സിനിമയിലെ പാട്ടും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സാറിന്റെ കുട്ടിക്കാലം കഴിഞ്ഞ് നമ്മൾ കോളേജുകളിലേക്ക് വരാണെങ്കിൽ, അല്ലെങ്കിൽ സാറിന്റെ മ്യൂസിക് പഠനത്തിലേക്ക് വരുവാണെങ്കിൽ, സാർ എവിടെയാണ് പഠിച്ചത്, അതിനെ കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെ ഈ ഗുരുകുല വിദ്യാഭ്യാസം പോലെയും സ്കൂളിലെ ചെറിയ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പാടി. അപ്പൊ ഞാൻ ഈ 1ാം ക്ലാസ്സിൽ ഒരു സംഭവം ഉണ്ടായിരുന്നു. 1ാം ക്ലാസ്സിൽ ഞാനിങ്ങനെ അവിടെ സ്കൂളിൽ പഠിച്ചോണ്ടിരിക്കുമ്പോ എന്റെ പേര് ടീച്ചറാണ് കൊടുത്തത് മത്സരത്തിന്. ഓക്കെ, മത്സരത്തിന് പേര് കൊടുത്തു. അപ്പോൾ എൻ്റെ പേര് വിളിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. പേര് വിളിക്കുമ്പോൾ ഞാൻ പോകുന്നില്ല. ഞാൻ കുട്ടികളായിട്ട് എൻ്റെ കുട്ടികളൊക്കെ ആയിട്ട് പറമ്പിൽ ഓടി നടന്ന് കളി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓടിച്ചിട്ട് കളിയും അങ്ങനെയൊക്കെ ഉള്ള ആണല്ലോ അന്നത്തെ. അപ്പം സ്കൂളിലെ പ്യൂണ് എൻ്റെ അടുത്ത് എന്നെ വിളിക്കാൻ ഓടി വന്നു. എടാ നിന്റെ പേര് അവിടെ വിളിക്കുന്നു, വേഗം വന്നു, എൻ്റെ എന്താണ് പേര്? ഞാൻ പറഞ്ഞു ഞാൻ പേരൊന്നും കൊടുത്തില്ല, ചെറുതല്ല. അപ്പോൾ പറഞ്ഞു എടാ നിന്റെ പേര് ടീച്ചർ കൊടുത്തിട്ടുണ്ട്, നീ ഓടി വാ പാടാൻ എന്നാണ്. അപ്പോൾ എന്നെ വിളിച്ചുകൊണ്ട് പോയി. എന്നെ പുള്ളി പൊക്കി സ്റ്റേജിലോട്ട് കയറ്റി പാടി. പാട്ട് ഓർക്കുന്നുണ്ടോ? പിന്നെ അതായത് പോരാ പോരാ നാളിൽ നാളിൽ ദൂരെ ദൂരം ഉയരട്ടെ എന്നൊരു പഴയ പാട്ടുണ്ട്. ഒരു ദേശഭക്തി ഗാനമാണ് ശരിക്കും ആക്ച്വലി. അത് പക്ഷെ ഞാനെന്ത് ടീച്ചർ ഇങ്ങനെ പേര് കൊടുത്തായിരുന്നു എനിക്കറിയത്തില്ല. പക്ഷെ അന്നേരം എന്നോട് പറഞ്ഞ് നീ കയറി അഴുകുന്ന ടീച്ചർ. അപ്പൊ ഞാൻ അതാണ് പറയുന്നത്, സരോ ടീച്ചറിന്റെ ഒക്കെ ആ ഒരു നമ്മളോടുള്ള ആ ഒരു അറ്റാച്ച്മെന്റും എന്നെ അങ്ങനെ എങ്ങനെയെങ്കിലും ആക്കണം എന്നുള്ള ആ ഒരു വലിയൊരു ആഗ്രഹം.
അല്ല, അതുകൊണ്ടാണല്ലോ സാറ് ഇപ്പൊ ഈ 45 വർഷം ഈ ഫീൽഡിൽ നിലനിൽക്കുമ്പോഴും 1ാം ക്ലാസ്സിൽ പഠിപ്പിച്ച സരോജിനി ടീച്ചറിനെ ഓർക്കാനും നമ്മളിപ്പോ ടീച്ചറിന്റെ കാര്യങ്ങളെല്ലാം പറയാനും ഉണ്ടായിരുന്നൊരു കാര്യം. ആ തുടക്കത്തിലുള്ള ആ ഒരു ഇനിഷ്യേറ്റീവ് ആണ് സാറിനെ ഇപ്പോഴും അതിൽ നിലനിർത്തിക്കൊണ്ടുവരുന്നത്. വലിയൊരു ഭാഗവാക്കായിരുന്നവരില്ല. അപ്പോൾ അങ്ങനെ പാടി. അപ്പം ഞാൻ ഈ പോരാ പോരാ എന്ന് പല്ലവി മാത്രം എനിക്ക് അറിയാൻ പാടുള്ളൂ. അപ്പം ഞാൻ ഒരു പ്രാവശ്യം പല്ലവി പാടി, രണ്ടാമത് തന്നെ പാടി, മൂന്നാമത് പാടി, നാലാമത് പാടാകുമ്പോൾ ടീച്ചറിന് നിർത്തിക്കുകയും മതി ഇറങ്ങിപ്പോ തുടങ്ങി. പക്ഷേ പ്രൈസ് അനൗൺസ് ചെയ്ത് ഞാൻ ഫസ്റ്റ് പ്രൈസ് എനിക്ക് തന്നെയായിരുന്നു. ഓക്കെ, അപ്പൊ അതായിരുന്നു ജീവിതത്തിലെ ഫസ്റ്റ് ഒരു അനുഭവവും അല്ലെങ്കിൽ ഒരു അപ്രീസിയേഷനും അത് തന്നെയായിരുന്നു. നമ്മൾ പല്ലവി പാടിയത് അത്രയും ഒരുവിധം ഹൃദ്യമായിട്ടുണ്ടാവും, അല്ലെങ്കിൽ ജഡ്ജസ് നമുക്ക് അങ്ങനെ അത് മാത്രം പാടിക്കൊണ്ട് പ്രൈസ് കൊടുക്കില്ല. അപ്പൊ ചെറുപ്പത്തിൽ തന്നെ അതല്ലെങ്കിൽ 1ാം ക്ലാസ്സിൽ തന്നെ കിട്ടിയ ഒരു സമ്മാനം, അതെ തീർച്ചയായിട്ടും അതും ജീവിതത്തിൽ വലിയൊരു സമ്മാനമായിട്ടായിരിക്കുമല്ലോ സാറ് കരുതിയിട്ടുണ്ടാവുക. ഞാൻ ഇങ്ങനെ ചെയ്തിട്ട് പോലും. അതെ, അതിനോടൊപ്പം നിൽക്കാവുന്ന ഏറ്റവും വലിയ അംഗീകാരങ്ങൾ, പല അംഗീകാരങ്ങളും സാറിന് കിട്ടിയതായിട്ട് എനിക്കറിയാം. അതിൽ ഏറ്റവും വലിയ അംഗീകാരമായിട്ട് സാറ് മനസ്സിൽ സൂക്ഷിക്കുന്ന ഒരു അംഗീകാരത്തെ കുറിച്ചൊന്ന് ഞങ്ങളുടെ പ്രേക്ഷകരോട് ഒന്ന് പങ്കുവെക്കാവോ? അതും പിന്നെ ഒരു ജനങ്ങളുടെ ഒരു സമക്ഷത്തുണ്ടായ ഒരു അംഗീകാരം ഞാൻ പറയാം. അതായത് പണ്ടൊക്കെ നമ്മളെ തോട്ടും പുറത്ത് നാടകം എന്നൊക്കെ പറയുമായിരുന്നു പണ്ട്. അതായത് അമേച്വർ ടീംസ് എല്ലാവരും കൂടി കൂടിച്ചേർന്നിട്ട് ഒരു നാടകം ഉണ്ടാക്കും. ആ നാടകത്തിൽ അമേച്വറായിട്ടുള്ള ആളുകൾ, വലിയ പ്രൊഫഷൻസ് ഒന്നുമല്ല, അവരതിനു വേണ്ടി തയ്യാറാക്കി എടുക്കുകയാണ്. 1 മാസം 2 മാസമൊക്കെ അവരെ നിർത്തിക്കൊണ്ട് അവരെ ഈ നാടകം ഒരു ഡയറക്ടർ വന്ന് പഠിപ്പിച്ച് അവരുടെ ഡയലോഗ്സ് എഴുതി കൊടുത്ത് പഠിപ്പിച്ച് അങ്ങനെ ആക്കി പിന്നെ പ്രോംപ്റ്റ് ചെയ്യും. എങ്കിൽ കൂടി അവരത് മാക്സിമം ഒരക്ഷരം കേട്ടാൽ പിടിച്ചു പറയാത്ത രീതിയിൽ ആക്കിയെടുക്കും. അപ്പൊ ആ സമയത്ത് ആ ഒരു നാടകത്തില് ഏഴിലം പാലം എന്നായിരുന്നു നാടകത്തിന്റെ പേര്. അതെനിക്ക് തോന്നുന്നു ഒരു 16 വയസ്സ് 17 വയസ്സൊക്കെ ഉള്ളപ്പോഴാണ് ഞാൻ എൻ്റെ SLC കഴിഞ്ഞ് ആർട്സ് കോളേജിൽ PDC പഠനം തുടങ്ങുന്ന സമയത്ത്. അപ്പം അന്ന് എൻ്റെ ശബ്ദം ഇത്തിരി ബോൾഡാണ്, അപ്പൊ എന്നെ തന്നെ മതി എന്ന് പറഞ്ഞിട്ട് ആ നാടക ഗ്രൂപ്പുകാർ എന്നെ ദിവസവും വിളിക്കും. അപ്പൊ ആ നാടകത്തിലെ പാട്ടല്ല, അന്നേരം ഈ റിഹേഴ്സൽ ടൈമിൽ ഒരു പാട്ട് വേണം. കാരണം ആ പാട്ടിന്റെ സമയം അവർക്കൊന്ന് അഭിനയിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ ഒരു മൂടുള്ള ഒരു പാട്ട് പാടണം, ഒരു പ്രേമരംഗം വേണം. അപ്പൊ അങ്ങനത്തെ ഒരു പാട്ട് പാടണം. അപ്പൊ ഞാൻ ഒരു സിനിമയിൽ ഒരു പാട്ട് എടുത്ത് അങ്ങനെ അത് പാടി. അങ്ങനെ ദിവസം പ്രാക്ടീസ് ചെയ്ത് പോരുമ്പോൾ മ്യൂസിക് ഡയറക്ടർ ഒരു ദിവസം വരുവാണ്. ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അയാളിപ്പോൾ വലിയൊരു മ്യൂസിക് ഡയറക്ടറാണ്, വൈപ്പിങ്കരക്കാരാണ്. അപ്പോൾ ആ ഒരു ആൾ വന്നു കഴിഞ്ഞപ്പോൾ ഇവർ പറഞ്ഞ് ഇതാണ് ഞങ്ങളുടെ ഗായകൻ, അപ്പോൾ ഇദ്ദേഹത്തിനായിരിക്കണം നമ്മുടെ പാട്ട് കൊടുക്കണം. കുഴപ്പമൊന്നുമില്ല, നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് പാട്ട് എഴുതിയത് കൊണ്ടുവന്ന് പാട്ട് കമ്പോസ് ചെയ്തു എന്നെ പഠിച്ച്. പണ്ടൊരു നാളിൽ രാജകുമാരൻ എന്ന് തുടങ്ങുന്നൊരു പാട്ടായിരുന്നു. ഓക്കെ, രണ്ടുപേരും ഒന്ന് പാടാൻ പറ്റുമോ ഇപ്പൊ? പണ്ടൊരു നാളിൽ ഭൂമിദേവി രാജകുമാരൻ എന്നാണ് അതിന്റെ തുടക്കം. അത് ഞാനിപ്പോ മുഴുവൻ ഓർക്കുന്നില്ല. അപ്പൊ അത് പക്ഷെ ഈ പാട്ട് കേൾക്കുമ്പോ അദ്ദേഹത്തിന് മനസ്സിലാവും ഇന്ന ആളെ തന്നെയാണ് പറയുന്നത്. അപ്പോ അങ്ങനെ ഈ പാട്ട് പഠിപ്പിച്ചു, നല്ല സുഖകരമായിട്ടൊക്കെ പഠിച്ച് പ്രാക്ടീസൊക്കെ ചെയ്ത് നാളെ നമുക്ക് നാടകത്തിൻ്റെ ഫൈനൽ ഇതാണ്. വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഡയറക്ടർ എന്നോട് ഒന്നിട്ട് പറയാണ്, ഷൺമുഖ ഒരു കാര്യം ചെയ്യണം, നമ്മുടെ മ്യൂസിക് ഡയറക്ടർ പറയുന്നത് നിങ്ങളുടെ പാട്ട് അത്ര പോരാ, നിങ്ങൾ കൃത്യമല്ല, അപ്പം അതുകൊണ്ട് നല്ല വേറൊരാളെ പുള്ളി കമ്മിറ്റ് ചെയ്യുന്നുണ്ട്, എന്ത് വേണമെന്ന്. ഞാൻ പറഞ്ഞാൽ കുഴപ്പമില്ല, എന്താ നമ്മളെ കൊണ്ട് പറ്റാത്തൊരു കാര്യമാണല്ലോ, പറ്റാത്തൊരു കാര്യമാണെങ്കിൽ പറ്റൂലെന്ന് തന്നെ, അല്ലെങ്കിൽ അതിന് നമ്മൾ നിർബന്ധിക്കുന്നത് ശരിയല്ലല്ലോ. അത് ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ആരെങ്കിലും ആയിക്കോട്ടെ, ഒരു പ്രശ്നമില്ല എന്ന്. ഞാനങ്ങനെ സദയം ഒഴിവായി പോയി, വിഷമം ഉണ്ടായെങ്കിലും സദയം ഒഴിവായി പോയി. അങ്ങനെ പക്ഷെ രാത്രി റിഹേഴ്സലൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ദിവസവും ഈ റിഹേഴ്സൽ കാണാനായിട്ട് അന്നിങ്ങനെ ഓല കൊണ്ട് കെട്ടി മറക്കുമായിരുന്നു. അതിന്റെ പുറത്തൊക്കെ ഇങ്ങനെ ആളിങ്ങനെ മാറ്റിയൊക്കെ നോക്കി നിൽക്കും. അപ്പൊ അങ്ങനെ അവർ കേട്ട് പഴകിച്ച ആ ഒരു ശബ്ദത്തിൽ ഒരു മാറ്റം വന്നു. വേറൊരാളെ കൊണ്ടുവന്നിട്ടാണ് പുള്ളി ഈ പാട്ട് പാടിയത്. അപ്പോൾ അവർക്കതൊരു വല്ലാത്ത വിഷമമായി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു അത്രയും നാള് സാറ് പ്രാക്ടീസ് ചെയ്യും, നന്നായിട്ട് പാടുകയൊക്കെ ചെയ്തിട്ടുണ്ടാവുമെന്ന് അവർ കണ്ടോണ്ടായിരിക്കും. ഞാനല്ലല്ലോ അത് പറയേണ്ടത്, മറ്റുള്ളവരാണ്. നമ്മളിപ്പോൾ എന്ത് പാടിയാലും ശരിയാണ്, പാട്ട് കേൾക്കുന്ന ഒരാളാണ് പറയേണ്ടത് നല്ലതാണെന്ന്. നമുക്ക് തന്നെ അല്ലെങ്കിൽ മിക്കവാറും ഞാൻ കണ്ടിട്ടുണ്ട് പല ആളും സ്റ്റേജിൽ സാറിനപ്പോ ഫൈനലിലേക്ക് നമ്മൾ എത്തിയില്ലേ? അപ്പൊ ഈ നാടകത്തിന് അത് പറയാം, അതിന്റെ ഇടയ്ക്ക് ഇത് പറഞ്ഞോണത്. നമ്മൾ പലപ്പോഴും സംഭവിക്കുന്നത്, നമ്മൾ പാട്ട് പാടി കഴിയുമ്പോഴത്തേക്കും പാട്ട് പാടി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇറങ്ങി ചെന്നിട്ട് എന്റെ പാട്ട് എങ്ങനെ ഉണ്ടായിരിക്കും എന്ന് ഞാൻ പലപ്പോഴും കണ്ടിട്ട് പല ആളും ചോദിക്കും. അതിലൊരു അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മുടെ പാട്ട് എങ്ങനെയുണ്ടെന്ന് നമ്മൾ തന്നെ തീരുമാനിക്കാൻ പറ്റാതെ വരിക തന്നെയാണ് നമ്മുടെ കഴിവ് കുറവ്.
നമുക്കറിയാൻ പറ്റണം നമ്മൾ പാടിയത് തെറ്റാണോ ശരിയാണോ, അതിനകത്ത് പാകപ്പിഴകളുണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റണം. അത് എല്ലാവർക്കും കൂടി പറയുന്ന ഒരു കാര്യം കൂടിയാണ്. അല്ലെ, ഇപ്പൊ സാറ് പറഞ്ഞത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. ഇപ്പൊ പാടുന്ന അല്ലെങ്കിൽ ഇപ്പൊ പാടുന്ന എല്ലാ പാട്ടുകാർക്കും ഒരു വലിയൊരു എക്സാമ്പിൾ കൂടി തന്നെയാണ് സാർ ഇപ്പൊ പറഞ്ഞത്. നമ്മൾ പാടുന്നത് അത് നമ്മൾക്ക് തന്നെ ഇവാലുവേറ്റ് ചെയ്യാൻ കഴിയണം. തിരിച്ചറിയാൻ പറ്റും. അങ്ങനെ വന്നപ്പോൾ ഈ നാട്ടുകാരെല്ലാവരും കൂടി അത് പ്രശ്നമാക്കി, പറഞ്ഞു പുള്ളി തന്നെ പാടണം. അപ്പോൾ അതന്നേരം അത്രയ്ക്ക് ചെവിക്കൊണ്ടില്ലായിരുന്നു. ചെവിക്കൊണ്ടില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ അങ്ങനെയൊക്കെ പറയും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പക്ഷെ നാടകം തുടങ്ങി. ഇന്റർവെല്ലിന് മുമ്പാണ് ഈ പാട്ട്. ഇന്റർവെല്ലിന് മുമ്പ് ഈ പാട്ട് പാടി കഴിഞ്ഞപ്പോൾ വേറെ ആളാണല്ലോ പാടുന്നത്. അന്നേരം ഇന്റർവെല്ലിൽ വരെ ആളിനും വേണ്ടിയില്ല. ഇന്റർവെല്ല് കഴിഞ്ഞിട്ട് പിന്നെ നാടകം തുടങ്ങാൻ സമ്മതിക്കുന്നില്ല. അവർ പറഞ്ഞു നാടകം തുടങ്ങണമെങ്കിൽ ഇന്ന ആളായിരുന്നു ഈ പാട്ട് പാടിയത്, എന്ത് കുറവിന്റെ പേരിലാണ് ഈ പാട്ട് ഇയാളെ കൊണ്ട് പാടിച്ച് കൊളാക്കിയതെന്നാണ് ചോദിച്ചത്. അപ്പൊ നമുക്കത് ഒന്നും പറയാനില്ലല്ലോ. ഞാൻ വീട്ടിൽ കിടന്ന് ഉറങ്ങിയാണ്. അപ്പൊ അച്ഛനോട് അതൊന്നും കുഴപ്പമില്ല, അതൊക്കെ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളതാണ്. അല്ല, അത് ശരിയാണ്. ഇപ്പൊ ഇവൻ KJ യേശുദാസിനെ പോലും സൗണ്ട് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെ പോലും മാറ്റി നിർത്തിയിരിക്കണ. അതെ അതെ അതെ. അപ്പൊ അച്ഛൻ പറഞ്ഞ അതൊക്കെ കുഴപ്പമില്ല, അതൊക്കെ ഇങ്ങനെ നടക്കും. ഇതൊക്കെ നമുക്ക് നമ്മുടെ കരിയറിൽ നീ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രതികരണങ്ങൾ ഊർജ്ജമാക്കാൻ പഠിക്കണം. പ്രതികരിക്കണമുണ്ട് അല്ലെങ്കിൽ നിന്നെ ഡിസ്റ്റർബ്ഡ് ആക്കി കഴിഞ്ഞാൽ നമ്മൾ അതിനെ കേട്ടുകൊണ്ട് നമ്മുടെ മനസ്സിനെ ഡൗൺ ആക്കരുത്. ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 മടങ്ങ് വിജയിക്കാനും ശ്രമിക്കാനും പരിശ്രമിക്കാനും പഠിക്കാനും പ്രാക്ടീസ് ചെയ്യാനും ശ്രമിക്കുക എന്നുള്ളതേ നിന്റെ മുമ്പിലുള്ള വഴിയുള്ളൂ. അതുകൊണ്ട് നീ അതാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് നിന്നെ വേറൊരാൾ തള്ളി പറഞ്ഞു നേടി ഒരു കുഴപ്പം വരാൻ പോകുന്നില്ല. നിന്റെ കഴിവ് നിന്നിലുണ്ടെങ്കിൽ നീ ജയിക്കും, നീ വിജയിക്കും. അതെന്നെ അച്ഛൻ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും വീട്ടിലേക്ക് ഇതിൻ്റെ ഡയറക്ടറും അതിൻ്റെ നാടകത്തിൻ്റെ അതൊക്കെ വീട്ടിൽ രാത്രി നാടകം ഇന്റർവെല്ലിൽ അവിടെ നിൽക്കണം, പാതി വഴിയിൽ നിൽക്കണം കറണ്ടിട്ട്. ഇനി തുടങ്ങണമെങ്കിൽ ആവാൻ പറ്റും. അപ്പോൾ വീട്ടിൽ വന്നാൽ അവർ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, അതുകൊണ്ട് ഒന്ന് പാപ്പച്ച പണിക്കെന്നാണ് എന്നെ അച്ഛനെ വിളിക്കുന്നത്. വിളിക്കുന്ന അവനൊന്ന് വിടണം, കാരണം മരപ്പണിയാണല്ലോ എല്ലായിടത്തും. അപ്പോൾ അച്ഛനോട് പറഞ്ഞു ഇങ്ങനെയുണ്ട്, അവനൊന്ന് വിടണം, സംഗതി ആകെ വഷളായിരിക്കുകയാണ്, അവിടെ നാടകം നടത്താൻ പറ്റില്ല. ഞാൻ സുഖമായിട്ട് കിടന്ന് തുടങ്ങി. അപ്പോൾ അച്ഛനോട് ചേട്ടാ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, വേഗം എനിക്ക് അവിടെ ചെല്ലുന്നതാണ്. അങ്ങനെ ഞാൻ വേഗം അന്ന് അത്രയും നേരം നമ്മളെ തള്ളി പറഞ്ഞവരാണ്, അങ്ങനെ വേണ്ട. അന്ന് സാറിന് എത്ര വയസ്സുണ്ടാവും? എനിക്കൊന്നൊരു 17 വയസ്സ്. 17 വയസ്സ്, 10ാം ക്ലാസ് ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയം. ആർട്സ് കോളേജിൽ PDCക്ക് പഠിക്കും. അപ്പോൾ ഇത് പറഞ്ഞതോടുകൂടി ഞാൻ ചെന്ന് നമ്മളൊന്നും വൈരാഗ്യമൊന്നും വിചാരിക്കുന്നില്ല, കാരണം ഇഷ്ടമുള്ള കരിയറാണ്. അതെ അതെ അതെ, അതാണ് അതിൻ്റെ പ്രധാനം. അല്ലെങ്കിൽ എന്നെ തള്ളി പറഞ്ഞ് വേണ്ട എന്ന് പറഞ്ഞു കൊടുത്ത് നമ്മൾ കയറി ചെല്ലാൻ പാടില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു നോർമൽ കണ്ടീഷൻ ആരും വിചാരിക്കുന്നത്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതൊന്നും കണക്കാക്കില്ല. അതൊന്നും കുഴപ്പമില്ല, പോവുക, അച്ഛൻ പറഞ്ഞ ധൈര്യമായിട്ട് പോയിക്കൊന്നുണ്ട്. അങ്ങനെ അച്ഛൻ ആദ്യമേ പറയുന്നല്ല, പ്രതികരണങ്ങൾ നമുക്ക് കുറിച്ച് നോക്കണം. അതെ അതെ. ഞാൻ ചെന്ന് പാട്ട് പാടി. അപ്പോൾ അവർ പറഞ്ഞ് ആ സീൻ വീണ്ടും വേണം, ആ പാട്ടോട് കൂടിയാണ് ഇന്റർവ്യൂല്, ആ പാട്ട് വീണ്ടും പാടണം, ഞാൻ പാടണം. അപ്പം അത് അവിടെ സംഭവിക്കുന്നത് ശരിക്കും ഞാൻ ഇഷ്ടപ്പെടാത്തൊരു കാര്യമാണ്. കാരണം മറ്റൊരു ഗായകനെ അധിക്ഷേപിക്കലും കൂടിയാണ് അവിടെ നടക്കുന്നത്. അത് ഞാൻ അവരോട് പറഞ്ഞു, കാരണം അയാൾ പാടിക്കഴിഞ്ഞ പാട്ടല്ലേ, ഇനി അത് വേണ്ട, നമുക്ക് അടുത്ത പാട്ട് ഇനി ഉണ്ടല്ലോ, അത് ഞാൻ പാടിക്കോളാം, അങ്ങനെ പറഞ്ഞു. പക്ഷെ അവർ പറഞ്ഞു അത് പറ്റില്ല, ആ പാട്ട് തന്നെ പാടണം. അങ്ങനെ തന്നെ വീണ്ടും രണ്ടാമത് പാടിക്കേണ്ട. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പ്രാദേശികത്തിൽ കുറച്ച് പേരുള്ളെങ്കിൽ പോലും അവരിലേക്ക് നമ്മൾ അന്നേ ഇറങ്ങി ചെന്നു എന്നുള്ളതിൻ്റെ ഒരു തെളിവും നമ്മുടെ ഒരു കരിയറിന്റെ ഒരു വലിയൊരു അംഗീകാരം കൂടിയാണ്. അപ്പൊ പിന്നീട് കിട്ടിയൊരു അംഗീകാരത്തിന്റെ ഒപ്പം നിൽക്കുന്ന അല്ലെങ്കിൽ അതിനോടൊപ്പം നിൽക്കുന്ന അതിനേക്കാൾ ഏറെയും പിന്നെ നമ്മളെ തിരസ്കരിക്കപ്പെടുകയും പിന്നീട് അവര് തന്നെ അത് അംഗീകരിക്കപ്പെടുകയും ചെയ്ത ഒരു വലിയൊരു മുഹൂർത്തമായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ ദിവസങ്ങൾക്ക് ശേഷമല്ല, അന്ന് തന്നെ. അതെ അതെ. അതായത് ഇപ്പോഴത്തെ കുട്ടികൾക്കും അല്ലെങ്കിൽ നമ്മുടെ ഈ ജനറേഷനും ഒരു വലിയൊരു മാതൃക കൂടിയാണ്. ചില സമയങ്ങളിൽ നമ്മൾ തളർന്നു പോകേണ്ട സമയങ്ങളിലും പിടിച്ചു നിൽക്കാനായിട്ട് വലിയ ആഗ്രഹമാണല്ലോ. അതെ അതെ, നമുക്ക് മൈക്കിന്റെ മുമ്പിൽ പാടാൻ വലിയ ആഗ്രഹമാണ്. അപ്പൊ പാടണം എന്ന് ആഗ്രഹിച്ച് ഇങ്ങനെ ഇഷ്ടപ്പെട്ട് നിൽക്കുമ്പോഴാണ് പറയണത് തന്നെ കൊള്ളൂല, ശരിയാവണില്ല, സംഗതികൾ പോരാ. അതെ, അല്ല അതാ ഞാൻ പറഞ്ഞു വന്നത്, ഇന്നത്തെ തലമുറയിലുള്ള കുട്ടികൾക്ക് എന്തെങ്കിലും ചെറിയ വീഴ്ചകളൊക്കെ സംഭവിക്കുമ്പോൾ ജീവിതം തന്നെ അവസാനിപ്പിക്കുന്ന രീതിയിലേക്ക് പോവാണ്. അതിൽ നിന്നെല്ലാം മാറി നമ്മുടെ സ്വയം കഴിവുകളിൽ തന്നെ നിൽക്കാനാണ് സാറ് നിങ്ങളോടും ആവശ്യപ്പെടുന്നത്. ഈ ഒരു ഓണ കാലഘട്ടത്തിൽ യുവതലമുറയോട് പറയാതെ പറയുന്ന കാര്യവും ഇത് തന്നെയാണ്. അപ്പൊ സാറിന് ഈ ഒരു ഇത് രചിക്കാനുണ്ടായ ഒരു കാരണം അല്ലെങ്കിൽ രചിക്കാനുണ്ടായ ഒരു സാഹചര്യം ഒന്ന് വിശദീകരിക്കാവോ? തീർച്ചയായിട്ടും. അതായത് ഒരു 400 പാട്ടുകളോളം ഞാനിപ്പം ഓർക്കസ്ട്രേഷനും കമ്പോസിംഗും ഒക്കെ ചെയ്തിട്ടുണ്ട്. 400 പാട്ട് സാറ് സ്വന്തമായിട്ട് ചെയ്തിട്ടുണ്ട്? പാടിയിട്ടുണ്ട്. ഒത്തിരി പാട്ടുകൾ. അതിനകത്ത് ഞാൻ പാടിയ 1000 നക്ഷത്രം, അതായത് 1993-ലാണത്. പന്തളം ബാലനും രേണുക ഗിരിജനും
ഞാനും പിന്നെ ഒരു ഗീത ചെറായിരുന്നു, ഞങ്ങൾ 4 പേര് കൂടി പാടിയ ഒരു സ്നേഹപുഷ്പങ്ങൾ എന്ന് പറഞ്ഞൊരു കാസറ്റ് ഉണ്ട്. അതിൻ്റെ കമ്പോസിങ് ആണ് ഫസ്റ്റായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്തത്. അതിനകത്ത് 4 പാട്ട് അതിനകത്ത് ഞാൻ തന്നെ പാടിയത്. 1000 നക്ഷത്രം. ഈ കവിതകൾ എഴുതി തരുമ്പോഴേ, കവിതകൾ ഓരോരുത്തരും എഴുതി തരുമല്ലോ കമ്പോസ് ചെയ്യാൻ വേണ്ടി. അപ്പൊ ഓൾറെഡി അവരൊരു ട്യൂണൊക്കെ ഇട്ടിട്ടാണ് എഴുതുന്നത്. പലപ്പോഴും കണ്ടുവന്നിട്ടുള്ളത് ചില കവിതകൾ അവര് ട്യൂൺ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ വേർഡ്സിന്റെ ഒരു കട്ടിങ്സ് ലയത്തോടു കൂടിയുള്ള, അതായത് ഒരു പദത്തിൽ നിന്ന് അടുത്ത പദത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു ഹാർഡ്നെസ് അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്നെസ് ആണെങ്കിൽ രണ്ടും തമ്മിലുള്ള ഒരു താരതമ്യത്തിൽ പല കവികൾക്കും സാധിച്ചിട്ടില്ല. പക്ഷെ ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികളുടെ ഒരു പ്രത്യേകത ആണ്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരി എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ലളിതമായിരിക്കും. ഞാൻ ഒരിക്കലും അദ്ദേഹമായിട്ട് കണ്ടപ്പോൾ പുള്ളി ഇങ്ങനെ ഒരു കാര്യത്തിൽ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പദങ്ങളുടെ ഒരു വലിയ കൂമ്പാരം അദ്ദേഹത്തിന്റെ മനസ്സിലുള്ളൂ. ഇപ്പൊ ഏതെങ്കിലും ഒരു പദം നമുക്കത് മാറ്റണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് സെക്കൻഡിലാണ് അതിനേക്കാളും സുഖകരമായിട്ടൊരു വാക്ക് കൂടെ ഇടുന്നത്. അപ്പൊ അത് പുള്ളി എങ്ങനെ സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി പറയുന്നത് നന്നായിട്ട് സ്റ്റഡി ചെയ്തിട്ടുണ്ട്, പുസ്തകങ്ങൾ ഒത്തിരി വായിക്കും പുള്ളി. അതൊരു വലിയൊരു അപ്പം ശരിക്കും കവി അല്ലെങ്കിൽ കവിത എഴുതുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വായനാശീലമുള്ളവരായിരിക്കണം. സാറ് ഗിരീഷ് പുത്തഞ്ചേരിയുടെ പേര് പറഞ്ഞു തരണം. അദ്ദേഹത്തിന്റെ ഏതെങ്കിലും നല്ലൊരു പാട്ട്, അതായത് തീർച്ചയായിട്ടും ഏത് പാട്ടാണ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പാടാൻ സാധിക്കുക? ഗിരീഷ് പുത്തഞ്ചേരി സാറിന്റെ പാട്ട് മായും മായാമേഘം എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്. കളക്ടർ എന്ന് പറഞ്ഞ പടത്തിലാണ്, അത് സുരേഷ് ഗോപി പാടിയ പാട്ടാണ്. അദ്ദേഹത്തിന് ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ഒരു ഓർക്കസ്ട്രേഷൻ കുറച്ച് വ്യത്യാസപ്പെടുത്തി.
മേഘങ്ങളെ മണ്ണിൽ പൊഴിയും മാമ്പൂക്കളെ വീറും നോവിൻ വേർപാടുമായി നിഴൽ പോലെ നിൽപ്പാണ് ശ്യാമയാമം നിന്നോടു പ്രിയമാർന്ന മൂകയാമം മായും മായ മേഘങ്ങളെ മണ്ണിൽ പൊഴിയും മാമ്പൂക്കളെ. നന്നായിരുന്നു സാർ. താങ്ക് യു. യാ സാറേ, നമ്മുടെ സാറിന്റെ ചെറുപ്പകാലം സ്കൂള് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു College കഴിഞ്ഞു. ഒക്കെ കോളേജ് സാറിന്റെ ഹയർ സ്റ്റഡീസ് എല്ലാം എവിടെയായിരുന്നു? എവിടെയാണ് സാർ പഠിച്ചത്? ഓക്കെ, അതായത് ഞാൻ ഈ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെ മ്യൂസിക്കിൻ്റെ ഒരു എന്താ പറയുക ഒരു അഡ്വാൻസ് ക്ലാസ്സിന് വേണ്ടി ശ്രമിക്കുകയാണ് ചെയ്തത്. ഞാൻ അക്കാഡമിയിൽ അഡ്മിഷന് വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും 21 ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അഡ്മിഷൻ തരില്ല. അപ്പോൾ അവിടെ ആ ഇൻ്റർവ്യൂവിൽ ഞാൻ വളരെ മനോഹരമായിട്ടൊരു നവരാഗവർണ്ണമാണ് പാടിയത്. പക്ഷേ അന്നത്തെ അതിൻ്റെ ആളുകൾ പറഞ്ഞു അത് നമുക്ക് 6 മാസത്തിൻ്റെ ഏജിൻ്റെ ഡിഫറൻസ് ഉള്ളതുകൊണ്ട് ചേർക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ അവിടെ ചേർത്തത് കിളിയേ കിളിയേ എന്നുള്ള പാട്ട് പാടിയ ഒരു പെണ്ണിനാണ് അഡ്മിഷൻ കൊടുത്തത്. ക്ലാസിക്കൽ മ്യൂസിക് ആണ് അവിടെ പഠിപ്പിക്കുന്നത്. അത് ഞാൻ ആ വൈരുദ്ധ്യം പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം അത് ഞാനൊന്ന് ശരിയാക്കി എടുക്കാൻ വേണ്ടി അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിനെ പോയി കണ്ട്, സാർ ഇങ്ങനെ എനിക്ക് വലിയൊരു ആഗ്രഹമാണ് അക്കാഡമിയിൽ ചേർന്ന് പഠിച്ച് ഇതാവണം, പക്ഷേ ഇല്ല ഞാൻ അങ്ങനെ ഒന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് നിരുത്സാഹപ്പെടുത്തിയാണ് ചെയ്തത്. പക്ഷെ അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ കടുങ്ങല്ലൂരുള്ള ഹരിഹരൻ അദ്ദേഹം പ്രീമിയർ ടേഴ്സിലൊരു ജോലിക്കാരനായിരുന്നു. അതിൻ്റെ ഇടയിൽ പുള്ളിക്കാരന് കയ്യെ രണ്ടും നഷ്ടപ്പെട്ട് അങ്ങനെ പുള്ളി ഒരു സരിഗ മ്യൂസിക് അക്കാഡമി എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനു മുമ്പ് വേറെ ഈ SLC പഠിക്കുന്ന ഇടയിൽ EP മോഹൻ മാസ്റ്റർ എന്ന് പറഞ്ഞ സാറിൻ്റെ കൂടെയാണ് കുറേ കാലം പഠിച്ചു. അത് കഴിഞ്ഞപ്പോൾ അങ്ങനെയാണ് അഡ്മിഷൻ വേണ്ടി ശ്രമിച്ചത്. അവിടെ റിജക്റ്റ് ചെയ്തു. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ ഹരിഹരൻ സാറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഹരിഹരൻ സാറാണ് എനിക്ക് മ്യൂസിക് BA പഠിക്കുന്നതിന് വേണ്ടി ഗാന്ധർവ് യൂണിവേഴ്സിറ്റിയിൽ രജിസ്റ്റർ ചെയ്തുകൊണ്ട് അവിടെ തന്നെ നിന്ന് പഠിച്ചുകൊണ്ട് ഞാൻ അങ്ങനെയാണ് എക്സാം ചെയ്തത്. അപ്പോൾ സാറ് MA ചെയ്തത് ഗാന്ധർവ് യൂണിവേഴ്സിറ്റിയിൽ. അത് ഹരിഹരൻ സാറിന്റെ പ്രത്യേക താല്പര്യത്തോടുകൂടി എൻ്റെ ആ ഒരു ത്വര മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ള എന്നെ പഠിപ്പിക്കാൻ ആഗ്രഹിച്ചവരും എന്നെ പഠിപ്പിച്ചവരും എല്ലാവരും തന്നെ എന്നെ ഹൈഗ്രേഡ് ആക്കാനായിട്ട് ഒത്തിരി പരിശ്രമിച്ചിട്ടുണ്ടെന്നുള്ള എൻ്റെ ഒരു ആകത്തുകയാണ് ഇപ്പൊ ഞാൻ. അതെ അതെ, അല്ല എല്ലാ ആത്മാർത്ഥമായിട്ട് പഠിപ്പിക്കുന്ന ടീച്ചർമാരുടെയും ലക്ഷ്യമാണല്ലോ മക്കള് അല്ലെങ്കിൽ പഠിക്കുന്ന ടീച്ചർമാരും എല്ലാവരും വലിയ ലെവലിലേക്ക് എത്തുക എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണല്ലോ. അപ്പോൾ ഈ ഒരു അവസരത്തിൽ സാറിനെ പഠിപ്പിച്ച എല്ലാ ടീച്ചേഴ്സിനും അല്ലെങ്കിൽ കുട്ടികളെയും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ടീച്ചേഴ്സിനും ഒരിക്കൽ കൂടി ഓരോ ഓണാശംസകൾ ഞങ്ങൾ നേരുകയാണ്. നിങ്ങൾ എടുക്കുന്ന ഉദ്യമം വലിയൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് ടീച്ചർമാര് പഠിപ്പിക്കുന്ന കുട്ടികളെ ടീച്ചർമാരെ എവിടെ ചെന്നിരുന്നാലും അവർ പഠിപ്പിച്ച കുട്ടികളെ അവർക്ക് കാണാൻ സാധിക്കുന്നതും അവർക്ക് ആ ഒരു സ്നേഹം പങ്കുവയ്ക്കാനായിട്ടും സാധിക്കുന്നത്. സാറ് ഏകദേശം 2000 സ്റ്റേജുകൾ സാറ് കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം എത്ര സ്റ്റുഡൻസിനെ സാറ് പഠിപ്പിച്ചിട്ടുണ്ടെന്ന് പറയാൻ പറ്റുമോ? ഏകദേശം ഒരു 4000 സ്റ്റുഡൻസ്. 4000 സ്റ്റുഡൻസിനെ ഇൻഡിവിജ്വൽ ആയിട്ട് എൻ്റെ അടുത്ത് വന്ന് എൻ്റെ വീട്ടിൽ വന്ന് ദക്ഷിണ വെച്ച് കാലോട്ട് വന്നിട്ട് പഠിപ്പിച്ച സ്റ്റുഡൻസ് നമ്മളെ ഇതേപോലെ കലാഭവൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പോലുള്ളിടത്തും ഒക്കെ ആയിട്ട് ഏതാണ്ട് ഒരു 4000 പിള്ളേരുടെ കാലോട്ട് വന്നിട്ട് പഠിച്ചിട്ടുണ്ട്. അവരെല്ലാവരും ഇപ്പം പലരിലും സിനിമ ഫീൽഡുണ്ട്. പ്രൊഫഷണൽ ഇപ്പം ദീപക് ദേവിന്റെ കൂടെ ഉണ്ട് നേഹ വേണുഗോപാൽ. പിന്നെ ഒരു എന്താണ് അയാളുടെ പേര് തോമസ് എന്താണ് ഞാൻ പേര് കറക്റ്റ് പറയുന്നില്ല. അയാള് ക്രാബ് സിനിമയുടെ മ്യൂസിക് ഡയറക്ടറാണ്. അങ്ങനെ ഒത്തിരി പേര് ആ ഫീൽഡിൽ ഇപ്പം നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത്തരത്തില് ഞാൻ നമ്മുടെ പ്രേക്ഷകരോട് നേരത്തെ സംസാരിച്ച കാര്യം തന്നെയാണ്. ഇത്രമാത്രം സ്റ്റുഡൻസിനെ പഠിപ്പിച്ച സാറാണ് ഇപ്പോൾ കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസിൽ പഠിപ്പിക്കുന്നത്. സാർ ആഴ്ചയിൽ 2 ദിവസം നമുക്ക് ഇവിടെ കരയാമ്പറമ്പത്തെ ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ സാറിൻ്റെ കീഴിൽ മ്യൂസിക് അഭ്യസിക്കുന്നതിനായി ഞങ്ങളുടെ ഓഫീസുമായി കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സാറ് ഇപ്പോൾ ഇത്രമാത്രം കുട്ടികളെ സാറ് പഠിപ്പിച്ചു, അല്ലെങ്കിൽ ഇത്രമാത്രം സ്റ്റേജുകൾ സാറ് കവർ ചെയ്തു. സാറിന് പല അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. എന്തൊക്കെ അവാർഡുകളാണ് കിട്ടിയിരിക്കുന്നത് നമ്മുടെ പ്രേക്ഷകരായിട്ടൊന്ന് പങ്കുവയ്ക്കാവോ? ഞാൻ 28 വർഷം വർക്ക് ചെയ്ത ഒരു ഭാരത കലാമന്ദിരമുണ്ട്. അത് ചെറായി ദേശത്താണ്. അവിടെയാണ് ആദ്യത്തെ ഒരു അവാർഡ്. ആ അവാർഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിദ്യാധരൻ മാസ്റ്ററാണ് എനിക്ക് ആ അവാർഡ് നൽകിയത്. അത് 28 വർഷം നിരന്തരമായിട്ട് അവിടെ മ്യൂസിക് പഠിപ്പിച്ച അവിടുത്തെ പ്രിൻസിപ്പാൾ എന്നുള്ള ലെവലിലാണ് എനിക്ക് 28 വർഷം അവിടെ തന്നെ പഠിപ്പിച്ചു എന്നുള്ള ആ ഒരു പേരിലുള്ള ഒരു അവാർഡായിരുന്നു. അത് വലിയൊരു കാരണം ഇത്രയും വലിയ ലെജൻഡായിട്ടുള്ള ഒരു അധ്യാപകന്റെ കയ്യിൽ നിന്നാണ് ആ അവാർഡ് വാങ്ങിയത്. തീർച്ചയായും. പിന്നെ അതിനുശേഷം നമ്മുടെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ, അതായത് BR അംബേദ്കർ നാഷണൽ അവാർഡ്
അതായത് ഗായകൻ, സംഗീത സംവിധായകൻ, ടീച്ചർ, മ്യൂസിക് ടീച്ചർ എന്നുള്ള പേരിലാണ് ഇത്ര വർഷത്തെ 42 അന്ന് കിട്ടുമ്പോൾ 2022 42 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഇൻ മ്യൂസിക് പ്രൊഫഷൻ എന്നുള്ളൊരു പേരിലാണ് എനിക്ക് അവാർഡ് കിട്ടിയത്. അത് ഡൽഹിയിൽ വെച്ചിട്ടായിരുന്നു. അപ്പം അത്രയും അതൊക്കെ നല്ലൊരു ഓർമ്മയിൽ ഇപ്പോഴും സൂക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വലിയൊരു കാര്യമാണ്. ഓക്കെ, സാറ് ഇപ്പോൾ നമ്മൾ സാറിൻ്റെ ചെറുപ്പം, സ്കൂള്, സാറിൻ്റെ എഡ്യൂക്കേഷൻ എല്ലാം പറഞ്ഞു. സാറിൻ്റെ കുടുംബത്തിനെ കുറിച്ച് മാത്രം നമ്മളൊന്നും സംസാരിച്ചില്ല. കുടുംബത്തെ കുറിച്ച് കൂടിയും ഒന്ന് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താമോ? വൈഫും മകളുമാണുള്ളത്. ഇതുണ്ട്. അപ്പം മോള് ചാർട്ടേഡ് അക്കൗണ്ടന്റ്. ഓക്കെ, വർക്ക് ചെയ്യുന്നു. വൈഫ് വർക്ക് ചെയ്യുന്നുണ്ടോ? CA പഠിക്കുന്നത് ഇപ്പൊ 3rd ഇയർ ആണ്. ഓക്കെ, ഇന്ററും ഇതും കഴിഞ്ഞ് ഫൗണ്ടേഷൻ കഴിഞ്ഞ് 3rd ഇയറിലൊക്കെ കടന്നു. എങ്ങനെ സാറിനെ പോലെ മ്യൂസിക്കും ഡാൻസും ഉണ്ടായിരുന്നു. ഡാൻസും ഡാൻസ് ചെയ്യുന്ന നന്നായിട്ട് മ്യൂസിക് വരുന്നത്. പക്ഷെ ഇപ്പോൾ അവൾ ഈ പഠനത്തിന്റെ സ്ട്രോങ് ആയതുകൊണ്ട് ഒത്തിരി കൂടുതൽ പഠിക്കാണ്ടല്ലോ, അത് സ്റ്റോപ്പ് ചെയ്തു. 11 വർഷം പഠിച്ചതും പ്രോഗ്രാം പെർഫോം ചെയ്തിട്ടിരുന്ന ആളാണ്. സ്റ്റോപ്പ് ചെയ്ത് ഇപ്പൊ ഈ ഇതിന് പഠനത്തിന് വേണ്ടി, പഠനം ജീവിതത്തിൽ അവൾക്കൊക്കെ അറിയാം. കാരണം ഇതുകൊണ്ട് മാത്രമായിട്ടുള്ള നമ്മുടെ കാര്യങ്ങളൊക്കെ അറിയാലോ. അപ്പൊ അതുകൊണ്ട് കുറെ കൂടി ബെറ്റർ ആവണമെന്നുണ്ടെങ്കിൽ ബെറ്റർ ഓപ്പർച്യൂണിറ്റി. ഇതിനോടൊപ്പം തന്നെ പഠനവും സംഗീതവും ഒരുമിച്ച് കൊണ്ടുപോകുന്നുള്ളത് തന്നെയാണ്. പിന്നെ വൈഫാണെങ്കിൽ എറണാകുളത്ത് ഒരു ലെൻസ് മാനുഫാക്ചറിങ് കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. അതെ. ഓക്കെ, സാറിൻ്റെ വീട്ടുകാരെയൊക്കെ കുറിച്ച് പരിചയപ്പെടുത്തി. ഇനിയും നമ്മുടെ ഷോ വൈൻഡപ്പ് ചെയ്യേണ്ട ഒരു സമയത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സാറ് ലാസ്റ്റ് ആയിട്ട് ഒരു ഓണ പാട്ടും കൂടി പാടി നമുക്ക് ഇത് അവസാനിപ്പിക്കാം. സാറ് ഏത് പാട്ടാണ് പ്രേക്ഷകർക്ക് വേണ്ടി പാടാൻ സാധിക്കുക? മണ്ണിൻ മണം എന്ന് പറഞ്ഞ് പാടുന്ന ഒരു പാട്ടുണ്ട്. അതും നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു പ്രശസ്ത കവി എഴുതിയതാണ്. അപ്പൊ ആ ഒരു പാട്ട് പാടാം. മണ്ണിൻ മണമീണമാക്കും മലയാളത്തത്തമ്മേ, ഓണവില്ലിൻ നാദം കേൾക്കൂ ഓമനക്കിളിയമ്മേ. മണ്ണിൻ മണമീണമാക്കും മലയാളത്തത്തമ്മേ, ഓണവില്ലിൻ നാദം കേൾക്കൂ ഓമനക്കിളിയമ്മേ. പാട്ടിൻ ബീജുകളെല്ലാം പുന്നെല്ലിൻ ഗന്ധമൂറും. നിൻ പാട്ടിൻ ബീജുകളെല്ലാം പുന്നെല്ലിൻ ഗന്ധമൂറും. നീ ചൊല്ലും കഥകൾ കേട്ടാൽ നെഞ്ചാകെ ഓർമ്മ പൂക്കും. ഇണയട്ടെ പുള്ളുവ ഗീതം ഉയരും നിൻ പാട്ടിനൊപ്പം. മണ്ണിൻ മണമീണമാക്കും മലയാളത്തത്തമ്മേ, ഓണവില്ലിൻ നാദം കേൾക്കൂ ഓമനക്കിളിയമ്മേ. തുഞ്ചന്റെ കാകളിയിൽ ഒരു പഞ്ചാര പാട്ടുപാടും. തുഞ്ചന്റെ കാകളിയിൽ ഒരു പഞ്ചാര പാട്ടുപാടും. കുഞ്ചന്റെ തുള്ളലിൽ നിന്നും തേൻ ചോരും താളമേളം. ഉണരട്ടെ പഞ്ചമരാഗം, ഉണരട്ടെ കേരള സ്വപ്നം. മണ്ണിൻ മണമീണമാക്കും മലയാളത്തത്തമ്മേ, ഓണവില്ലിൻ നാദം കേൾക്കൂ ഓമനക്കിളിയമ്മേ.
താങ്ക് യു സർ. മറ്റുള്ള പാട്ടുകളെ പോലെ തന്നെ ഈ പാട്ടും വളരെ നല്ല പാട്ടായിരുന്നു. നമ്മുടെ പ്രേക്ഷകരും പ്രത്യേകിച്ച് ഈ ഓണ സമയത്ത് പ്രേക്ഷകരും അത് ആസ്വദിച്ചു എന്ന് വിശ്വസിക്കുന്നു. സാറിന് ഈ തിരക്കിനിടയിൽ ഇത്രയും സമയം നമ്മളോടൊപ്പവും പ്രേക്ഷകരോടൊപ്പവും പങ്കുവയ്ക്കാൻ സാധിച്ചതിൽ ഒത്തിരി സാറിനോട് നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ BMC ഗ്ലോബൽ ലൈവ് ചാനലിൽ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ എനിക്കിങ്ങനെ ഒരു ഇൻ്റർവ്യൂവിന് അവസരം നൽകിയ എൻ്റെ ഡയറക്ടറും അതോടൊപ്പം തന്നെ ഇതിൻ്റെ എല്ലാ പ്രവർത്തകർക്കും പ്രത്യേകിച്ച് മാർട്ടിൻജിക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. BMC ഗ്ലോബൽ ലൈവ് ചാനലിൻ്റെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മലയാളികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഓക്കെ സർ, അപ്പോൾ ഒരിക്കൽ കൂടി ഓണാശംസകൾ നേരുന്നു. എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ. താങ്ക് യു. വൈബ് സ്റ്റേഷൻ കൊച്ചിയുടെ ഓണ സ്പെഷ്യൽ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. ഏവർക്കും ഒരിക്കൽ കൂടി സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഓണാശംസകൾ നേരുന്നു. സൈനിങ് ഓഫ്, മാർട്ടിൻ പയ്യപ്പള്ളി. താങ്ക് യു.